ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖി, ദ മല്ലു ബിഗ് ബോസ്. ബിഗ് ബോസ് സീസൺ 7 നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. അതുപോലെ തന്നെ വിശകലനങ്ങളും റിവ്യൂകളും അതുപോലെ തന്നെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൃത്യമായ ഇടവേളകളിൽ ഞങ്ങൾ വീഡിയോകളുമായിട്ട് വരും. അപ്പോൾ ഏറ്റവും അവസാനം ഈ നിമിഷം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ്, അതായത് കൺഫേംഡ് ലിസ്റ്റുകളായിട്ട് നമ്മൾ പലതരത്തിലുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതാണ്. അത് നിങ്ങൾക്ക് ഇപ്പോഴും പരിശോധിക്കാം നമ്മുടെ ചാനലിൽ. ഇപ്പോഴിതാ ഓഗസ്റ്റ് 3 മുതൽ തുടങ്ങാൻ പോകുമ്പോൾ ഓഗസ്റ്റ് 1-2 തീയതികളിലായിട്ട് ഇതിന്റെ ഫസ്റ്റ് ഡേ എപ്പിസോഡ് ഷൂട്ടിംഗ് തീരുകയും എന്നുള്ളത് 3-ാം തീയതി മുതൽ കാണാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ പോകുന്ന ആ മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എന്നറിയാനുള്ള വളരെയധികം ആകാംക്ഷയിലാണ്. നമുക്ക് ചില പേരുകൾ നോക്കാം. തീർച്ചയായിട്ടും ഇതിൽ 3-ഓ അതിലധികമോ പേർ ബിഗ് ബോസ് വീടിന്റെ റിയൽ വീട്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ പോലും ഈ ഒരു അവസാന നിമിഷത്തിൽ ആരൊക്കെയാണ് പ്രൊഡിക്ഷൻ ലിസ്റ്റ്, നിങ്ങൾ അറിഞ്ഞതും കേട്ടതും കണ്ടതുമായിട്ടുള്ള വാർത്തകളനുസരിച്ച് ഇതിൽ നിന്ന് ആരെയൊക്കെ പ്രതീക്ഷിക്കാമെന്ന് കമന്റ് കൂടി ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് പേര് നമ്മൾ മറ്റൊരുവല്ല, ആദിത്യൻ ജയൻ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയൽ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് പേര് കണ്ട് പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ്. അടുത്ത ഒന്നെന്ന് പറയുന്ന ബിജു സോപാനമാണ്. ഉപ്പുമുളകിലൂടെ വളരെയധികം ഫേമസ് ആയി ഇപ്പോഴത്തെ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിലേക്ക് വരുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട താരം. ഇനി ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയൽ കുടുംബത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സാന്ത്വനം എന്ന സീരിയലിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ അച്ചു സുഗന്ധ്. അദ്ദേഹത്തെ ആ സാന്ത്വനത്തിന് ശേഷം നമ്മൾ വലുതായിട്ട് അങ്ങനെ മിനി സ്ക്രീനിലോ അല്ലെങ്കിൽ സിനി സ്ക്രീനിലോ കണ്ടിട്ടില്ല. അപ്പോൾ പ്രതീക്ഷിക്കാം അച്ചു സുഗന്ധ് ഇത്തവണ ഒരു ആക്റ്റീവ് പ്ലെയർ ആയിട്ട് ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാകും എന്ന് കണ്ടു തന്നെ അറിയണം. മറ്റൊന്ന്, ആ ഒരു ഏഷ്യാനെറ്റിന്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട ബിന്നി സെബാസ്റ്റ്യൻ ആണ്. പല സീരിയലുകളിലൂടെയും സുപരിചിതയായിട്ടുള്ള വീട്ടമ്മമാരുടെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു നടിയാണ്. അടുത്ത എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ അഖിൽ കവലിയൂർ ആണ്. നമ്മൾ ചിരികളിലൂടെ കോമഡി ഷോകളിലൂടെ നമ്മെ വളരെയധികം ചിരിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് അഖിൽ കവലിയൂർ. നോബിയുടെയും അതുപോലെ തന്നെ അതിനുശേഷം വന്ന അഖിലിന്റെ ഒക്കെ പാത പിന്തുടർന്നുകൊണ്ട് ഇത്തവണ അഖിൽ കവലിയൂർ എത്തുമോ എന്ന് കണ്ടു തന്നെ അറിയണം. മറ്റൊരു പ്രധാനപ്പെട്ട താരം ജിഷിൻ മോഹനാണ്. സീരിയൽ കുടുംബത്തിൽ നിന്ന് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട താരം. സ്റ്റാർ മാജിക്കിലേക്ക് ഇദ്ദേഹം ഉണ്ടായിരുന്നു. കാത്തിരിക്കാം ജിഷിന്റെ അടുത്ത വരവിനായിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട താരം നമ്മളെല്ലാ കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് രേണു സുധി. അവരെ ഇത്തവണ നമ്മൾ ബിഗ് ബോസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വിവാദങ്ങളും അതുപോലെ തന്നെ ലഭിക്കുന്ന ജനശ്രദ്ധ. ചിലപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആദ്യ ലിസ്റ്റിൽ തന്നെ ഇടം പിടിച്ചേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട താരം ഞാനിപ്പോൾ ഇതിൽ കുറിച്ച് വെച്ചിരിക്കുന്നതിൽ മറ്റൊന്ന് ബിനു അടിമാലിയാണ്. ഹാസ്യരംഗത്ത് നിന്ന് മറ്റൊരു താരത്തെ തെരഞ്ഞെടുക്കുമ്പോൾ അത് ബിനു അടിമാലിക്ക് നൽകുവാനുള്ള സാധ്യത ഈ അവസാന നിമിഷവും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മറ്റൊരു താരം ഇതിലിപ്പോ ഉള്ളത് പ്രണവ് കൊച്ചുവാണ്. വ്ളോഗിംഗ് രംഗത്ത് നിന്ന് പ്രണവ് കൊച്ചുവിനെ പോലെ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അതും ബിഗ് ബോസിനെ സംബന്ധിച്ച് സീസൺ 7 സംബന്ധിച്ച് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. എന്തായാലും ഒരുപാട് പേരുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആ വീടിനുള്ളിൽ കാണാൻ ആഗ്രഹിക്കുന്നത്? അതുമല്ല എങ്കിൽ നിങ്ങൾ അല്ലാതെ ആഗ്രഹിക്കുന്നവരുടെ പേര് കമന്റ് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ പോവാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള വിശദാംശങ്ങളും വിവരങ്ങളും വഴിയെ ലഭിക്കുന്നതാണ്.